ഞാൻ ഈ ചീസ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ റൈസ് പുട്ട് വിത്ത് കടലക്കറി സംഭവം ഇത് ഞാൻ വാങ്ങിച്ചു. ആക്ച്വലി നല്ലൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. 454 ഗ്രാംസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഫുള്ളി കുക്ക്ഡ് ആണ്, റെഡി ടു ഈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. Oh, so cute. 4 ചെറിയ പൊട്ടുകൾ. അയ്യോ പൊട്ട് ക്യൂട്ടാണത്. കടലക്കറി നമുക്ക് മൈക്രോവേവിൽ ചെയ്യാം. ഇത് സ്റ്റീം ചെയ്യണമെന്നാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, നോക്കാം. മിനിറ്റത്തേക്ക് നമുക്ക് സ്റ്റീം ചെയ്യാം. കടല അവിടെ. ഓക്കെ, സോ അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. പൊടിയല്ലേ. എല്ലാം പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കടലക്കറി ആക്ച്വലി നന്നായിട്ട് നല്ല മണമുണ്ട്, പിന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തു, കാരണം എനിക്ക് പുട്ടിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി വേണം, കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കൂടുതൽ ചേർത്തുകൊണ്ടാണ് ഇത്രയും വാട്ടറി ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെയാണ്. നല്ല മണമുണ്ട് കടലക്കറിയുടെ, വറുത്തരച്ച കടലക്കറിയുടെ നല്ല മണമുണ്ട്. പുട്ട് ഞാൻ പാത്രത്തിലേക്കാക്കി. ഇതിനാണെങ്കിൽ കുറച്ച് പൊടിഞ്ഞു പോയി, അത് ഓവർ ഹീറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും പൊടിച്ച് തന്നെയാണല്ലോ നമ്മൾ കഴിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കട്ടൻ കാപ്പി. അപ്പോൾ സ്റ്റാർട്ടല്ലേ. Forgive my clumsiness. നല്ല മണം കേട്ടോ. അപ്പം തുടങ്ങല്ലേ, ചോദിക്കുന്നതിന് മുന്നേ തുടങ്ങി. പൊള്ളി ടേസ്റ്റ്, അടിപൊളി.
നന്നായിട്ടുണ്ട് കേട്ടോ.